ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കീർത്തന. എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഒരു സംഭവം ഉണ്ടായി. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അവനെ അത്ര വിശ്വസിച്ചിരുന്നു. എല്ലാം ഞാൻ വിശദമായി പറയാം. ഇതാണ് എൻ്റെ കുടുംബം. അച്ഛൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അമ്മയ്ക്കാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം എന്നാണ് ആഗ്രഹം. മാട്രിമോണി രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധം. അച്ഛനും അമ്മയെ ഒന്നും എതിർത്ത് പറയില്ല. അമ്മയുടെ നിർബന്ധം കാരണം അന്ന് രാത്രി ഞാൻ രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ മാട്രിമോണിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആളുടെ പ്രൊഫൈലിൽ കയറി നോക്കി. എൻ്റെ അമ്മോ, 40 വയസ്സുള്ള ഒരാൾ. എൻ്റെ കിളി പോയി. പിറ്റേ ദിവസം ഞാൻ രജിസ്റ്റർ ചെയ്തു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, അമ്മേ, 40 വയസ്സുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്, എന്താ കെട്ടണമെന്ന്. അമ്മ പറഞ്ഞു, എൻ്റെ സുന്ദരിയായ മോൾക്ക് പറ്റിയ ഒരാളെ തന്നെ കിട്ടും. അങ്ങനെ ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വേറൊരു റിക്വസ്റ്റോടെ വന്നു. ഞാൻ നോക്കി. ആളെ കാണാൻ അടിപൊളിയാണ്. പ്രഭാത് എന്നാണ് പേര്. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, പ്രഭാതിൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു, നിന്നെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. മോളെ, ഈ ബന്ധം നോക്ക്, ഇത് നല്ലൊരു പയ്യനാണ്, എനിക്കും അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രഭാത് പിന്നെയും വിളിച്ചു കേട്ടോ. ഞങ്ങളങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. വളരെ റെസ്പെക്റ്റ് ആൻഡ് കെയറിങ് ആൻഡ് ഫണ്ണി സംസാരമായിരുന്നു കേട്ടോ അവൻ്റെ. എനിക്ക് അവൻ്റെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ കുറേ ദിവസം വിളിച്ചു. ഇപ്പോൾ നല്ല അടുപ്പമാണ്, എന്നും വിളിക്കുന്നുണ്ട്. എനിക്കും ഇപ്പോൾ അവനെ നല്ല ഇഷ്ടമാണ്. കല്യാണത്തിന് ഞാൻ ഏകദേശം സമ്മതിച്ച പോലെയാണ്. ഞാൻ അവന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും. അത് കണ്ടിട്ട് അവൻ വിളിക്കും. നല്ല ലുക്കാണ്, ഇതുപോലൊരു ആളെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയും. അതൊക്കെ കേട്ട് എനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇത് കണ്ടു. അങ്ങനെ അച്ഛനും മനസ്സിലായി. പിന്നെ ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ അവൻ വിളിക്കുകയാണ്. അവൻ പറയുകയാണ്, അവൻ താഴെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഉണ്ട്, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യമായി അന്ന് കാണുകയാണ്. ഞാൻ ചെന്നപ്പോൾ തന്നെ അവൻ റെസ്പെക്റ്റൊക്കെ തന്ന് എഴുന്നേറ്റ് എന്നോട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിരുന്നു സംസാരിക്കാൻ തുടങ്ങി. കുറേ സംസാരിച്ചു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കുറേ നാളത്തേക്ക് ശേഷം ഞാൻ നല്ലപോലെ ചിരിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് പരിചയപ്പെടുത്താൻ. അത് ഇപ്പോൾ വേണ്ട, ഞാൻ വീട്ടുകാരുമായി വരാം എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രഭാതിൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു, എല്ലാവരും കൂടെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി പ്രഭാത് വിളിച്ചു. കല്യാണത്തിന് മുമ്പ് അവന് നല്ലപോലെ ഒന്ന് കാണണം എന്ന്. ഞാൻ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ എന്തായാലും കല്യാണം കഴിക്കാൻ പോവല്ലേ, അപ്പോൾ പിന്നെ എന്താണെന്ന് ഞാനും വിചാരിച്ചു. ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, ആഘോഷമാണ്, ചിലപ്പോൾ താമസിക്കും, ഒരുപാട് വൈകിയാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അമ്മ അത് സമ്മതിച്ചില്ല. അച്ഛൻ സമ്മതിച്ചു. മോളെ, ആ ഫ്രണ്ടിന് ബർത്ത്ഡേ 5 മാസം മുമ്പല്ലേ കഴിഞ്ഞത്, നിന്നെ എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അച്ഛന് എന്തൊക്കെയോ മനസ്സിലായിരുന്നു. അന്ന് ഞങ്ങൾ കണ്ടു. ഞാൻ എല്ലാം മറന്നു. എന്നെയും മറന്നു, അച്ഛനെയും മറന്നു, അമ്മയും മറന്നു. ഞങ്ങൾ ശരിക്കും സന്തോഷിച്ചു. പിറ്റേ ദിവസം അവൻ വിളിച്ചപ്പോൾ അവന് നല്ല ടെൻഷനിലായിരുന്നു. അവൻ്റെ ചേച്ചിക്ക് വയറുവേദനയാണ്, ഹോസ്പിറ്റലാണ്, അവൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് ക്യാഷ് അവന് കൊടുത്തു. അന്ന് രാത്രി വിളിച്ചു. ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ക്യാഷിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ചേച്ചിക്ക് കുറച്ച് സീരിയസ് ആണ്, ഓപ്പറേഷൻ വേണം എന്നൊക്കെ അവൻ പറഞ്ഞു. അത്യാവശ്യം നല്ലപോലെ ക്യാഷ് വേണ്ടി വരും. എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടോ എന്നവൻ ചോദിച്ചു. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതെല്ലാം അവന് ഞാൻ കൊടുത്തിരുന്നു. അവൻ എൻ്റെ അച്ഛനോടൊക്കെ ചോദിക്കാൻ പറഞ്ഞു. പക്ഷേ അതത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല, ഞാൻ ചോദിച്ചില്ല. അന്ന് രാത്രി അവൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ക്യാഷ് റെഡിയായില്ല. അവന് എന്തോ ഒരു ഭാവമാറ്റം. അവൻ പറഞ്ഞു, നീ ക്യാഷ് കൊണ്ടുവരും. അങ്ങനെ ദേഷ്യപ്പെട്ട് അവൻ ഫോൺ വെച്ചു. പിന്നെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു. അതിൽ ഞങ്ങൾ കണ്ട സംഭവമായിരുന്നു. അബദ്ധം പറ്റി എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതം എല്ലാം പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ അച്ഛനെ കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇടിച്ച് അവന് പൈസ കൊടുത്തു. പക്ഷേ ഇനി ഇവനിത് തുടരും, എനിക്ക് ഉറപ്പാണ്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.